ആയുർവേദം ആരോഗ്യത്തിൻ്റെ ശാസ്ത്രമാണ്. ആരോഗ്യമുള്ള വ്യക്തികൾ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ്. അതിന് ഋതുചര്യ എന്ന് പറഞ്ഞ് ആയുർവേദത്തിൽ ഒരു വിഭാഗമുണ്ട്. ഓരോ ഋതുക്കൾക്കനുസരിച്ച് നമ്മുടെ ശരീരം ആഹാര വിഹാര ഔഷധങ്ങൾ സേവിക്കേണ്ടതിൻ്റെ കാര്യമാണ് ഇത് പറയുന്നത്. ഈ ഋതു എന്ന് പറഞ്ഞാൽ ശിശിര ഋതുവാണ്. ഡിസംബർ 16 മുതൽ ഫെബ്രുവരി 15 വരെ ശിശിര ഋതുവാണ്. അതായത് ധനു മകര മാസങ്ങൾ. ശരീരത്തിൻ്റെ അഗ്നിബലം, അതായത് വിശപ്പ് നന്നായിട്ട് വർദ്ധിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ മധുരവും ഉപ്പും പുളിയുമുള്ള ആഹാരങ്ങൾ സേവിക്കുകയും അതായത് ചൂടുള്ള ആഹാരം കഴിക്കുകയും വേണം. ഈ സമയത്ത് തണുത്ത പാനീയങ്ങളൊന്നും കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ സമയം ശരീരം വിയർക്കാനുള്ള സാധ്യത കുറവായതിനാൽ ശരീരം വിയർക്കാൻ തക്കവണ്ണം വെയിലേൽക്കുക, വ്യായാമം ചെയ്യുക തുടങ്ങിയവ ചെയ്യേണ്ടതാണ്. മധുരമുള്ള ആഹാരം കഴിക്കുന്നതും എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, മാംസം, ഉഴുന്ന്, പാൽ എന്നിവ ഈ സമയത്ത് കഴിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് അഭ്യംഗം മുതലായവ ചെയ്തിട്ട് കുളിച്ചിട്ട് ഭക്ഷണം നേരത്തെ തന്നെ കഴിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഉപവാസം പാടില്ല. കാരണം ഈ സമയത്ത് വിശന്ന് അധിക നേരം ഇരിക്കുന്നത് ആരോഗ്യബലം കുറയ്ക്കുന്നു. അധികം അധ്വാനം ചെയ്ത് ഈ ശരീരബലം കുറയ്ക്കുന്നത് ക്രമേണ ശരീരബലം കുറയാനുള്ള ഒരു കാരണമാകും. ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് നല്ലതല്ല. കയ്പുള്ള ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നത് ശരിയല്ല. ഇതെല്ലാം ശ്രദ്ധിച്ച് ഈ ശിശിര ഋതുവിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഋതുക്കളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ശരീരബലം ഒട്ടും തന്നെ കുറയാതിരിക്കാൻ സാധ്യതയുണ്ട്.